നമസ്കാരം കൂട്ടുകാരെ. തോമസ് ആൽവ എഡിസനെ പറ്റി എല്ലാവരും അറിയാൻ സാധ്യതയുണ്ട്. ആരാണ് ഈ തോമസ് ആൽവ എഡിസൺ? അദ്ദേഹം ഒരു അമേരിക്കൻ കണ്ടുപിടുത്തക്കാരനും വ്യവസായിയുമായിരുന്നു. അദ്ദേഹമാണ് ബൾബ് കണ്ടുപിടിച്ചത്. 1847 ജനിച്ചു. 1931 മരണപ്പെട്ടു. നമുക്കെല്ലാവർക്കും തോമസ് ആൽവ എഡിസനെ അറിയാം. എന്നാൽ അദ്ദേഹത്തെ സൃഷ്ടിച്ച ആ നുണ, അതിനെപ്പറ്റി എത്ര പേർക്കറിയാം? ഇനി ആ നുണ എന്താണെന്ന് നമുക്ക് നോക്കാം. വർഷങ്ങൾക്ക് മുമ്പേ സ്കൂൾ വിട്ടു വന്ന ചെറിയൊരു കുട്ടി അമ്മയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തു. അമ്മേ, ടീച്ചർ തന്നതാണ്, അമ്മ മാത്രമേ ഇത് വായിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കത്ത് വായിച്ച അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ അത് മകനെ ഉറക്കെ വായിച്ച് കേൾപ്പിച്ചു. നിങ്ങളുടെ മകൻ ഒരു ജീനിയസാണ്. അവനെ പഠിപ്പിക്കാനുള്ള കഴിവ് ഞങ്ങളുടെ സ്കൂളിനില്ല. അതുകൊണ്ട് ദയവായി അവനെ വീട്ടിലിരുത്തി പഠിപ്പിക്കുക. ഇത് കേട്ട് ആ കുട്ടിക്ക് വലിയ അഭിമാനം തോന്നി. ഞാൻ മിടുക്കനാണ് എന്ന ആ വിശ്വാസം അമ്മ അവനിൽ കുത്തിവെച്ചു. ആ വിശ്വാസത്തിൻ്റെ ബലത്തിൽ അവൻ വളർന്നു. ആയിരക്കണക്കിന് കണ്ടുപിടുത്തങ്ങളിലൂടെ ലോകത്തിന് വെളിച്ചം നൽകിയ തോമസ് ആൽവ എഡിസനായി മാറി. വർഷങ്ങൾക്ക് ശേഷം, അമ്മയുടെ മരണശേഷം, പഴയ സാധനങ്ങൾ പരിശോധിക്കുമ്പോൾ എഡിസൺ ആ പഴയ കത്ത് കണ്ടെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അദ്ദേഹം അത് തുറന്നു വായിച്ചു. പക്ഷേ അതിലെഴുതിയിരുന്നത് മറ്റൊന്നായിരുന്നു. നിങ്ങളുടെ മകൻ ബുദ്ധിസ്ഥിരതയില്ലാത്തവനാണ്, അവനെ ഇനി സ്കൂളിലേക്ക് അയക്കരുത്. ഇത് കണ്ട് എഡിസൺ പൊട്ടിക്കരഞ്ഞു. അന്ന് താൻ കേട്ടത് അമ്മ പറഞ്ഞ ഒരു കള്ളമായിരുന്നു, ഒരു നുണയായിരുന്നു. പക്ഷേ ആ കള്ളം, ആ നുണ ആണ് തന്നെ സൃഷ്ടിച്ചത്. അദ്ദേഹം തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു: തോമസ് ആൽവ എഡിസൺ ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു കുട്ടിയായിരുന്നു. എന്നാൽ ഒരമ്മയുടെ വിശ്വാസം അവനെ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ പ്രതിഭയാക്കി മാറ്റി. തോമസ് ആൽവ എഡിസൻ്റെ അമ്മ ചെയ്തത് ലേബൽ മാറ്റുക, അല്ലെ ചേഞ്ചിങ് ദ ലേബലാണ്. ലോകം അവനെ മന്ദബുദ്ധി എന്ന് വിളിച്ചപ്പോൾ അമ്മ അവനെ ജീനിയസ് എന്ന് വിളിച്ചു. ആ വിളി, അല്ലെ ആ ലേബിള് സത്യമായി മാറി. അങ്ങനെ ലോകപ്രശസ്തനായ ഒരു വ്യക്തിയാക്കി തോമസ് ആൽവ എഡിസനെ മാറ്റി. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് കൂട്ടുകാരെ. നിങ്ങളുടെ വാക്കുകൾക്ക് വിധിയെ മാറ്റാനുള്ള കഴിവുണ്ട്. ഇന്ന് നിങ്ങൾ ആർക്കാണ് ആത്മവിശ്വാസം നൽകാൻ പോകുന്നത്? നമ്മുടെ കുടുംബത്തെ ജീവിത പങ്കാളിക്കോ, നമ്മുടെ കുട്ടികൾക്കോ, നമ്മുടെ അയൽവാസികൾക്കോ, നമ്മുടെ കൂട്ടുകാർക്കോ, ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ആത്മവിശ്വാസം പകരാം. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് അവരുടെ വിധിയെ മാറ്റാൻ സാധിക്കും. നിങ്ങൾക്കതിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂട്ടുകാരെ. താങ്ക് യു സോ മച്ച് ഗൈസ്. വീണ്ടും വേറൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. ടിൽ ദെൻ ഗുഡ് ബൈ.